ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടിന്യൂസ് നമ്മുടെ ജീവിതത്തിൽ അതിന് ഒരു ടോപ്പിക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുകയൊന്നും വേണ്ട. പിന്നെ ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെന്താ, അപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ, ഇത് നേരത്തെ ഉള്ള വീഡിയോ, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോകൾ എൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. കാരണം ഈ കൊച്ചൻ്റെ ഇത് ഞാൻ ഈ ഇടയ്ക്കിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ കഴിഞ്ഞ് ഇവൻ തിങ്കളാഴ്ച സ്കൂളിൽ പോന്നേ, അന്ന് ചോക്ലേറ്റൊക്കെ കൊണ്ടുപോകാൻ പോയി. അപ്പം ബർത്ത്ഡേ ദിവസം നോർമൽ ഡ്രസ്സാണ്, യൂണിഫോം എല്ലാം ഇട്ടുകൊണ്ടൊക്കെ പോകണം. അങ്ങനെ ആ ദിവസത്തെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഞാനെല്ലാം ഇപ്പം സെറ്റാക്കി വെച്ചോണ്ടേ എൻ്റെ വീഡിയോ ഒരു മണിക്കൂറിന് അടുത്തുണ്ട്, 50 സെക്കൻഡോളം വീഡിയോ. ഞാൻ ചിന്തിച്ച്, ഞാൻ ഇത്രയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ലല്ലേ, പിന്നെ എന്തോ പറ്റി. പക്ഷെ അന്ന് എനിക്ക് ഇപ്പം എഡിറ്റ് ചെയ്തോണ്ട് ഓർത്തില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായത് അന്നറിയാം എന്തോ പറ്റിയെന്നുള്ളത്. കാരണം ക്യാമറ ഇങ്ങനെ ഓണാക്കി. ഇപ്പം ഞാൻ ഈ 1-2 ദിവസമാണ് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ട് അന്നേരം ചിന്തിച്ച്, ആ വീഡിയോ ആണല്ലോ ഇതെന്ന്. കാരണം ആ സമയത്ത് നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ എല്ലാം ക്ലിയർ ആക്കിയിട്ട് എഡിറ്റിങ് ചെയ്യുന്ന സമയത്തേ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഇത്രയും മിനിറ്റ്. അപ്പോൾ ഞാൻ എന്തായിരുന്നു അന്ന് അന്നൊരു ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കുന്നത്. ആ ടോസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് രാവിലത്തെ ബഹളമല്ലേ. നമ്മൾ എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ ഈ മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നത്, വലിയ കുഞ്ഞുങ്ങളാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ പുറകെ പോയാലേ ഒക്കത്തുള്ളൂ. ചുരുക്കം കുഞ്ഞുങ്ങളെ ഉള്ളൂ സ്വന്തമായിട്ടെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു വെക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊക്കെ എന്ന് പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പിള്ളേരുടെ പുറകെ കൂടിയ സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കി ഗ്യാസേൽ ഇങ്ങനെ ഈ ടോസ്റ്റർ വെച്ചിട്ട് ഞാൻ ഇവരുടെ പുറകെ പോയി. അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ ഓണായിരുന്നു. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ പോയതായിരുന്നു. അപ്പം നമ്മളെന്നൊക്കെ പറയുന്നത് നമ്മുടെ കുഞ്ഞിലേക്ക് അത് ഇപ്പോൾ ഓരോ ദിവസം തോറും എല്ലാ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജീവിച്ചതുപോലെ അല്ലല്ലോ നമ്മുടെ മക്കളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ വീട്ടുജോലി എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മൈലുകൾ താണ്ടി നടന്നു പോകും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വയമേ ചെയ്യുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ചില ഷൂട്ടുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇരിക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ചിലരൊക്കെ കുഞ്ഞുങ്ങളത് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം അതുങ്ങൾക്ക് ഒരു പൈസ പോലും കാണത്തില്ല. തന്നെ സ്പൂണൊക്കെ എടുത്ത് ഫോർക്കൊക്കെ വെച്ച് അതുങ്ങൾ കഴിക്കുന്ന കാണണം, ഈ ഫോറിൻ കുഞ്ഞുങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യവും പറയാം. ഈ പ്രൈസമോന് ഇപ്പം ചില സമയത്ത് ഞാൻ വാരി കൊടുക്കുമല്ലേ. കാരണം ഈ വാരി കൊടുക്കുന്ന അവൻ തന്നെ കഴിക്കും. ഈ മീനൊക്കെ അങ്ങനെയുള്ള സമയത്ത് അവൻ എന്തേലും കൂട്ടാൻ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്തു കൊടുക്കും. അപ്പം അങ്ങനെ അങ്ങ് വയറ്റി ചിലട്ടെന്നും പറഞ്ഞു. അല്ല, ഞാൻ ചിന്തിക്കും ചില ഫോറിൻ അമേരിക്ക, USA അല്ലാതെ വേറെ ചില സ്ഥലങ്ങൾ നല്ല സ്മാർട്ട് പിള്ളേരായി, ഈ ചൈന പിള്ളേരൊക്കെ പോകുമ്പോൾ വന്ന്. ഇന്ന് ഞാൻ ഒത്തിരി ലേറ്റായി എഡിറ്റിങ് ചെയ്താണ്. ഇപ്പം മണി 9:30 കാരണം എനിക്ക് ഇത്തിരി നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാനതാ പറയുന്നത്, നമ്മളൊക്കെ അതിന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അതങ്ങനെ. ഞങ്ങൾ 4 മക്കൾ, 3 പെണ്ണും 1 ആണുമായി. ഏറ്റവും മൂത്തത് ചേച്ചി, രണ്ടാമത്തത് വരുക പോയി കുളിച്ചിട്ടോ, അടുത്തത് ബ്രദർ, 3-മത്തെ ഞാൻ, 4-മത്തത് ബെൻസി. തൊണ്ടയ്ക്ക് എടുത്ത് തന്നു. അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാം ഈ 2 വയസ്സ് 2.5 വയസ്സ് ഒക്കെ അങ്ങനെയുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ, വയസ്സ് 2-3. അപ്പം തന്നെത്താൻ എല്ലാവരും അവരോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു. പക്ഷേ ഇപ്പം ഉള്ള പിള്ളേർ ഇത്രയും വലിയതായാലും അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്തിനും. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിലും അതെടുത്തോ, ഇതെടുത്തോ, പെൻസിലെടുത്തോ, പേനയെടുത്തോ, കർച്ചീപ്പെടുത്തോ, കുടയെടുത്തോ, എല്ലാം നമ്മൾ ചോദിച്ചിരിക്കണം. അമ്മമാരുള്ളിടത്തോളം കാലം അമ്മമാർ മക്കളുടെ പുറകെ ഇങ്ങനെ. അമ്മമാർ പിന്നെ ഇച്ചിരി കൂടുതലുമാണ് മക്കളുടെ പുറകെ. ഇവരുടെ പപ്പ പറയുന്നത് സ്വയമായിട്ട് ചെയ്യട്ടെ, സ്വന്തമായിട്ട് അവർ ചില കാര്യങ്ങളിൽ റേച്ചാൻ ഭയങ്കര ഇതാണ്. കാരണം റേച്ചാൻ എന്ന് പറയുന്നത് പ്രൈസമ്മോൻ്റെ ഒരു പ്രായമായപ്പോഴും മമ്മി മരിച്ചു. പിന്നെ അവർ തന്നെത്താൻ
ആ സമയത്തൊക്കെ പണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ബാച്ചിലേഴ്സ് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു ഈ ബോംബെയിലൊക്കെ താമസിക്കാൻ, പെൺകുട്ടികളാന്നേലും ആണുങ്ങളാന്നേലും. അപ്പം ഇവിടെ മമ്മി മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലുള്ള കല്യാണം കഴിക്കാത്ത കുറേ ബ്രദർമാർ ഇവരുടെ കൂടെ താമസിക്കുമായിരുന്നു. അവർ പിള്ളേരെ ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള, ഡാഡി അങ്ങ് ജോലിക്ക് പോകുമായിരുന്നല്ലേ, അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാനതാ പറയുന്നത്, അവർ സ്വയമായിട്ട് ഇവരൊക്കെ വെളിയിൽ പഠിക്കാൻ പോകുമ്പോഴാണ് വീട്ടിലെ അമ്മമാരെ പറ്റിയും വീട്ടിൻ്റെയൊക്കെ ഓർമ്മ വരുന്നത് ഒത്തിരി. ഇപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കത് വേണ്ട, അപ്പം അന്നേരം ചിന്തിക്കും അതിപ്പോൾ ഇച്ചിരി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നെന്ന്, അല്ലേ? എല്ലാവരും അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ എൻ്റേതായ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്തതുപോലെ അല്ലാതെ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഈ മക്കളെ ഓർത്തല്ലേ നമ്മളിങ്ങനെ പലതും ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പഴം, അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം ക്വാണ്ടിറ്റി. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്യുക. അല്ലാതെ ഞാനിത് ഈ പിള്ളേർ കഴിക്കത്തില്ല, ഡയറക്റ്റ് നമ്മളിത് ദോശ പോലെ പാൻ കേക്ക് പോലെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ ബ്രെഡിൻ്റെ അകത്ത് വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മറ്റേ രീതിയിൽ കഴിക്കുന്നത്. അപ്പം ഇവർ കഴിക്കത്തില്ലെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഈ പാൻ കേക്ക് പോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടമല്ല, ബ്രെഡിൽ വെക്കുന്നതിനോട് അതിനൊക്കെ നല്ല ഇതായിരുന്നു. അപ്പം ഞാനതിൽ ആ പഴവും ഇട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 1-2 നല്ല അരിയുള്ള ഏലക്കായിരുന്നു, അതിൻ്റെ അരിയും കൂടി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാൻ വെച്ച് അതിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട്, ഇപ്പം നിങ്ങൾ നെയ്യ് മാത്രം ഒഴിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ, എനിക്കതൊരു അബദ്ധം പറ്റി. ഇച്ചിരി ഓയിലൂടെ അതി ഒഴിക്കണം. നെയ്യ് മാത്രമാകുമ്പം അത് ഇച്ചിരി ഒന്ന് തീ കൂടിപ്പോയാൽ ഇച്ചിരി ഒന്ന് അടിവശം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നീ ബട്ടർ തേക്കും, അല്ലെങ്കിൽ നെയ്യും ഒരു ഇച്ചിരി ഓയിലൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ബ്രെഡിൻ്റെ അകത്ത് വെക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഓരോ പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് ഈ 3 എണ്ണം കൂടെ ഒരെണ്ണമാക്കി അങ്ങനെ നമുക്കങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഏത്തപ്പഴത്തിന്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ മധുരം വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര വേണം ചേർക്കുക, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പം ഞാനിത് ഏത്തക്കയും ഈ ഏത്തക്കയുടെ ആ മധുരമേ ഉള്ളായിരുന്നു, മുട്ടയും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പം നമുക്ക് മനസ്സിലാവും മുകളൊക്കെ ഇങ്ങനെ ഹോള് പോലെ വന്ന്. അപ്പം എനിക്ക് മറിച്ചിടാൻ നോക്കിയോണ്ട് അങ്ങോട്ട് അത് ശരിയായില്ല. ഇച്ചിരിയും കൂടെ ഒന്ന് ചെറിയ തീ ഒട്ടും കൂട്ടരുത്, കൂട്ടുവാണെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും. അപ്പം ഞാൻ ഇച്ചിരി സൈഡിലൊക്കെ ഇച്ചിരിയും കൂടെ നെയ്യൊക്കെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ടൊന്നത് വിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് അതൊന്ന് വേവിച്ച് ഇങ്ങനെ എടുക്കാം. അപ്പം ഇതാണെങ്കിൽ ബ്രെഡിൻ്റെ അകത്ത് വെക്കാറാണ് അത് ഒത്തിരി ഫില്ലിങ് പോലില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരിയും കൂടെ അവർക്ക് ഇഷ്ടമായതിനായിരുന്നു. ഇതിപ്പോൾ ഏത്തക്കയുടെ മധുരം മാത്രമല്ല ഉള്ളായിരുന്നു. അപ്പം ഞാനിത് ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഞാനിങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് ഒന്നും തേക്കാതെ ഇത് തന്നെ വെച്ചിട്ട് ചെയ്തു. പിന്നീട് ഞാൻ ഇച്ചിരി ഒന്നി ബട്ടർ തേക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ടും എനിക്കിഷ്ടമായി, പക്ഷേ അല്ലാതെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴും കുറേയും കൂടെ നല്ലതാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കൊച്ചിനെ ഒരുക്കാനുള്ള സമയമായി. പിന്നെ അവനെ ഒരുക്കി. അപ്പം ഞാൻ അവനോട് പറഞ്ഞുകൊണ്ട് നിന്നത്, അവനിന്ന് ഞാൻ പറഞ്ഞില്ല യൂണിഫോം അല്ലെന്ന്, ഞാനും അവനും സെയിം കളറാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ തലയൊക്കെ ചീവി ഒന്ന് അവനെ കൊണ്ടുവിടണം. ഞാൻ എന്നിട്ട് അവൻ്റെ ബസ് സ്റ്റോപ്പിൽ, ഞങ്ങളുടെ ഈ സ്റ്റോപ്പിൽ അലിഗാഡ് സ്റ്റോപ്പിലും പിള്ളേരുണ്ടല്ലേ, ഞാൻ എന്നിട്ട് പോളുമോനോട് പറഞ്ഞു, പോളുമോനെ അവനെ കൊണ്ടുവിടാൻ പോയത്. കുറച്ച് ചോക്ലേറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ട് പറഞ്ഞ് അവിടെ നിൽക്കുന്ന കൊച്ചുങ്ങളെ കൊണ്ടുവിടാൻ വരുന്ന അമ്മമാർക്കും പിള്ളേർക്കും കൊടുത്തിട്ട് വാച്ച്മാൻമാർക്കും ചോക്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവനെ ഞാനൊന്ന് ഒരുക്കി വിടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു മധുരം ഇത്തിരി കുറവായിരുന്നെന്ന്, അതുകൊണ്ട് അവർക്കൊരിത്തിരി ഇതുപോലെ തോന്നി. അപ്പം ഞാൻ ഇവരെന്നാ ചിന്തിച്ച് ഇനിയും സ്കൂളിൽ കൊണ്ടുപോയി കഴിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ നെയ്യ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഏത്തക്ക ഇങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വെച്ച്. ഈ ഏത്തക്ക ഇങ്ങനെ ഇതുപോലെ വാട്ടിയിട്ടും ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് ഇതുപോലുള്ള ടോസ്റ്ററിൻ്റെ അകത്ത് ചെയ്യുവാണെങ്കിലും നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ഏത്തക്ക അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പഴം ആണെങ്കിലും നോർമൽ പഴം ഞാനിങ്ങനെ വാട്ടത്തൊന്നുമില്ല, നോർമൽ പഴം ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇതുപോലെ ബ്രെഡിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. അതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല.
അതിനുശേഷം പിന്നെ നമ്മുടെ അംഗം വെട്ട് പാത്രം കഴുകാം. അങ്ങനെ പാത്രമെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. പിന്നീട് ഇന്ന് ഒരു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഈ സാധാരണ ഞാൻ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് വറ്റൽമുളക് ചതച്ചിടാം. പക്ഷേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടതിന് ശേഷമായിരുന്നു ഉരുളൻകിഴങ്ങും സവാളയും ഇടേണ്ടത്. ഞാൻ പക്ഷേ സവാളയും ഉരുളൻകിഴങ്ങും ഇട്ടതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുമല്ലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ കിടന്ന് ആദ്യം ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി ഒന്ന് ഒതുക്കി അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഈ പൊട്ടറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് വാടി ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടണം. അന്നേരം അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു രുചിയും ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കട്ടെ. ഇങ്ങനെയുള്ള മൊരിച്ച ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് പൊതിച്ചോറിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം ഇങ്ങനെ ആ ഉള്ളിയൊക്കെ അങ്ങ് നന്നായി മൊരിഞ്ഞിരിക്കും. അങ്ങനെ ആ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞില്ല, ഈ നമ്മൾ വെണ്ടയ്ക്കൊക്കെ മെഴുക്കുവരട്ടുമ്പോൾ എന്തെങ്കിലും മെഴുക്കുവരട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ ഇച്ചിരി ഒന്നെല്ലാം കൂടെ ഒന്ന് പറ്റിയിരിക്കുമല്ലേ, അതിങ്ങനെ വടിച്ചിളക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ അകത്തിട്ട് ഇളക്കാനായിട്ട്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് നേരം ഞാനിങ്ങനെ ചെറിയ തീയിലൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നു. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ തോരൻ വെക്കുന്നത് ചേനത്തോരനാണ്. ചേനയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത്, പക്ഷേ ഞാൻ ഇങ്ങനെ അമ്മയെടുത്ത് ചേനത്തോരൻ അമ്മ പറയും, മക്കളെ അത് നീ ചെത്തുമ്പോൾ കൈ ചൊറിയത്തില്ലേ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ചേനയൊന്നും ഇതുവരെയും കൈ ചൊറിഞ്ഞിട്ടില്ല. നല്ലതായി വേവുകയും ചെയ്യുന്ന ചേനയാണ്. ഇതിലേക്ക് ഞാൻ സവാള, പച്ചമുളക് കീറിയത്, കറിവേപ്പില, അപ്പം വെളുത്തുള്ളി ഞാൻ ഇച്ചിരി തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്, ജീരകമൊക്കെ ഇട്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കും. ഞങ്ങൾ പുഴുക്കെന്ന് പറയുന്നത് ഈ മിക്സ് പുഴുക്കെന്ന് പറയുമ്പോൾ ചേന, ചേമ്പ്, പിന്നെ നമ്മുടെ കിഴങ്ങ്, മീൻസ് കപ്പ, ഇതെല്ലാം കൂടിയിട്ടുള്ള പുഴുക്കാണ്. എൻ്റെ ബ്രദറിന് ഏറ്റവും അതിലിഷ്ടം ചേനയായിരുന്നു. പക്ഷേ എനിക്ക് നേരെ എനിക്കാണെങ്കിൽ ചേമ്പായിരുന്നു ഇഷ്ടം. ഇപ്പോൾ ആ ചേമ്പൊക്കെ തിന്നിട്ട് എത്രയോ കാലങ്ങളായി. ഈ നല്ല നീളത്തുള്ള ചീമച്ചേമ്പ് അതും കപ്പ ഇഷ്ടമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്ന കപ്പ എന്തോ നല്ല പുഴുക്ക് പോലെ തിന്നാൽ ഇങ്ങനെ തൊണ്ടയിലിരിക്കും. അതേപോലെ ഉള്ള കപ്പയാണ്. ഞങ്ങൾ കൂടുതലും ചീനിന്നായിരുന്നു പറയുന്നത്, ചീനിന്ന്. ആ കാലമൊക്കെ ഇനി നമുക്ക് ഓർക്കാം. മഴ വരുമ്പോഴൊക്കെ ഒന്ന് പോയി 6 മാസക്കമ്പ് അങ്ങനെ ഓരോ മാസത്തിനുള്ള അങ്ങനെയൊക്കെയുള്ള കൃഷിയല്ലേ നമുക്ക്. മഴ വരുമ്പം പോയി പിഴുതുകൊണ്ട് വന്ന് പുഴുങ്ങി തിന്നും. അതൊക്കെ ഇരുന്ന് ഓർക്കും ചിലപ്പം ഞാൻ. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ നന്നായിട്ട് വെന്തു. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ലാസ്റ്റിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.